നവംബർ മാസത്തിലെ ഇസ്രയേലിലെ ടെൽ അവീവ് എന്ന നഗരത്തിൻ്റെ ഒരു തണുത്ത പ്രഭാതത്തിൽ രാവിലെ കാറിനടിയിലേക്ക് നടന്നെടുക്കുകയാണ് ഏതാണ്ട് വാർദ്ധക്യത്തോട് അടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ചെന്ന് തൻ്റെ കാർ തുറക്കുന്നു. കാറിൻ്റെ പിടിയൊക്കെ ആകെ തണുത്തിരിക്കുകയാണ്. ആ ഡോർ ഹാൻഡിൽ വലിച്ചു തുറക്കുന്നതിന് തൊട്ട് മുൻപ് അയാൾക്ക് എന്തോ പന്തികേട് തോന്നുന്നു. എന്തോ അസ്വാഭാവികമായ ഒന്ന് തൻ്റെ കാറിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നു, അവിടെ ഇരിക്കുന്നത് ഒരു ബൊക്കയാണ്, ഒരു പൂച്ചെണ്ട്. തൻ്റെ കാറിനുള്ളിൽ ഒരു പൂച്ചെണ്ട് ഇരിക്കുന്നതായിട്ട് ഈ മനുഷ്യന് മനസ്സിലാകുന്നു. അധികം വൈകിയില്ല, അദ്ദേഹത്തിന് വ്യക്തമായ സംശയങ്ങൾ ചിലത് മനസ്സിലേക്ക് കടന്നു വന്നു. വേണ്ടപ്പെട്ടവരെ അറിയിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ എത്തി. ഈ വാർദ്ധക്യത്തോടടുത്ത മധ്യവയസ്സ് കഴിഞ്ഞ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ സുപ്രധാന ആണവ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കാറിനുള്ളിലാണ് ഒരു പൂച്ചെണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വൈകാതെ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരുന്നു. ആ വാർത്തയുടെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചുരുങ്ങിയ വിശദീകരണം ഉണ്ടായിരുന്നു. ആ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഹണ്ടല ഹാക്ടിവിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന ഹാക്ടിവിസ്റ്റുകൾ അതായത് ഹാക്കർമാരായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ട്. ഹണ്ടല എന്നാണ് അവരുടെ പേര്. അവർ കൊണ്ടുവച്ചതാണ് ഈ പൂച്ചെണ്ട് എന്നുള്ളതാണ്. കാറ് തകർത്ത് അല്ലെങ്കിൽ കാറിൻ്റെ ഡോറ് കൃത്രിമമായി തുറന്നുകൊണ്ട് അതിനകത്തേക്ക് ഈ പൂച്ചെണ്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതൊരു ഭീഷണി സന്ദേശത്തിന് മുന്നോടിയായിട്ട് ചെയ്ത പ്രവൃത്തിയായിരുന്നു. ഇതിനെ പറ്റിയിട്ട് IDF ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എങ്കിലും വാർത്തകൾ ഇക്കാര്യത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അതായത് ഇത് ചെയ്തിരിക്കുന്നത് ഒരു മുൻകൂറായിട്ട് അറിയിക്കുന്ന ഒരു ഭീഷണിയാണ് എന്നുള്ളതാണ്. ഇസ്രയേലിനുള്ള ഭീഷണി. അതായത് നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ, നിങ്ങളുടെ ആണവ വിദഗ്ധരുടെ, നിങ്ങളുടെ ആയുധ കേന്ദ്രങ്ങളുടെ, നിങ്ങളുടെ സുപ്രധാന ദൗത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരുടെ വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് ഹണ്ടല ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം. എന്തായാലും അവർ ഈ പറയുന്ന പൂച്ചെണ്ട് വെച്ചതിന് പിന്നാലെ തന്നെ ഒരു സന്ദേശവും അയച്ചിട്ടുണ്ട്. ആ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് അനുഭവപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു സൂക്ഷ്മമായ മാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ള വായുവിൽ അത് ഉണ്ടായിരിക്കുന്നു. ഒരു സാധാരണ ദിവസം അസാധാരണമാകുന്നത് ഇങ്ങനെയാണ്. പണം, ആളുകൾ, നിഴലുകൾ എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിശയിലേക്കല്ല. ഇന്നലെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പൂച്ചെണ്ട് തന്നു. ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകരമായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിലും അതിൻ്റെ ഭാരം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിന് പിന്നിലെ സാന്നിധ്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതാണ് ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. വളരെ നിഗൂഢമായുള്ള ഒരു ഭീഷണി. ആ ഭീഷണി വ്യക്തമാക്കുന്നതാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാക്ടിവിസ്റ്റുകൾ, ഈ ഹാക്കർമാരുടെ കൂട്ടത്തിന് അറിയപ്പെടുന്ന പേരാണ് ഹണ്ടല എന്നുള്ളത്. അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ ഒരു സിഗ്നൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് 8200 എന്നാണ്, 8200 എന്നാണ് അതിനെ വിളിക്കുന്നത്. 8200 യൂണിറ്റ് 8200 എന്ന് വിളിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു രഹസ്യ വിഭാഗം. അവർ സിഗ്നൽ ഇൻ്റലിജൻസ് ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന സാങ്കേതിക രംഗത്തുള്ള ഇൻ്റലിജൻസ് സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ്. ഈ യൂണിറ്റിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ പട്ടികയായി, അതായത് ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പേരും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ ഈ ഹണ്ടല ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്തിരുന്നു, അത് പുറത്തുവിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇസ്രയേലിൻ്റെ ആണവശാസ്ത്രത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹണ്ടലയുടെ വിങ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ഒരു പ്രഖ്യാപനവും ഇടയ്ക്ക് നടത്തിയിരുന്നു. ഹണ്ടലയാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. അവർ പറയുകയാണ്, നിങ്ങൾ ഇസ്രയേലിൻ്റെ ഈ പറയുന്ന ആയുധ വ്യാപാര ഇല്ലെങ്കിൽ ആയുധ വ്യവസായ മേഖലയിലുള്ള ആൾക്കാരുടെ പേര് വിവരങ്ങൾ നൽകൂ. നിങ്ങൾക്ക് $1000 ഞങ്ങൾ ഇനാമായി ഇല്ലെങ്കിൽ പ്രതിഫലമായി തരുമെന്നുള്ളതാണ്. അതായത് ഇസ്രയേലിനെ തകർക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹണ്ടല ഹാക്കർമാർ പ്രവർത്തിക്കുന്നതെന്നാണ്. എന്താണ് ഹണ്ടല ഹാക്കർമാർ എന്നുള്ളത് ചോദ്യം വരുന്നുണ്ട്. ഹണ്ടല ഹാക്കർമാർ ഈ ഗ്രൂപ്പിന് ഹണ്ടല എന്ന് പേരിട്ടത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും.
അതായത് നജി അൽ അലി എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് പലസ്തീൻ പ്രവിശ്യയിൽ ജീവിച്ചിരുന്നു. അയാളുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിന് ഇട്ട പേരാണ് ഹണ്ടല എന്നുള്ളത്. ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയുടെ, മൊട്ടത്തലയനായ ഒരു കുട്ടിയുടെ, ഒരു ബാലൻ്റെ രൂപമാണ്. അത് നഗ്നപാതനാണ് അവൻ. ചെരുപ്പിടാത്ത നിൽക്കുന്ന, പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മൊട്ടത്തലയനായിട്ടുള്ള ഒരു ബാലൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് നജി അൽ അലി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് വരച്ചത്. അത് ഈ പാലസ്തീൻ്റെ ഒരു വിമോചനത്തിൻ്റെ, ഇല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ ചിഹ്നമായിട്ടൊക്കെ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന ലിബറൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേര് കാർട്ടൂണിസ്റ്റ് ഈ കുട്ടിക്കിട്ടത്. അങ്ങനെയാണ് അതിനെ വാഴ്ത്തത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഈ പലസ്തീൻ ഇസ്രയേൽ പ്രവിശ്യയിൽ വളരുന്ന ഒരു ചെടിയുടെ പേര് കൂടിയാണ് ഹണ്ടല എന്നുള്ളതാണ്. കയ്പുള്ള കായുള്ള, അതായത് കയ്ക്കുന്ന കായുള്ള ഒരു ചെടിയാണ്, ആഴത്തിൽ വേരുകൾ പോകുന്ന ചെടി. അതിനെ വെട്ടിക്കളഞ്ഞാലും അത് വീണ്ടും കിളിർത്തു വരുമെന്നുള്ളത് കൊണ്ട് പലസ്തീനിയൻ ഈ പറയുന്ന ആൾക്കാർ അതിനെ വിളിച്ചിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഹണ്ടല എന്നുള്ളതാണ്. പ്രതിരോധത്തിൻ്റെ ചിഹ്നമായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ ഇടയ്ക്ക് ഗാസയിലേക്ക് സഹായവുമായി പോയ ഷിപ്പിന് ഇട്ടിരുന്ന പേര് ഹണ്ടല എന്നായിരുന്നു. ആ പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഹാക്കർമാർ ഇസ്രയേലിനെതിരെ ഈ പറയുന്ന സാങ്കേതിക യുദ്ധം, ഹാക്കിംഗ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ഹണ്ടല ഹാക്കർമാർ ആരുടെ വിവരമാണ് ചോർത്തുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തിലേക്ക് എത്തുന്നത്. അതായത് അതീവ രഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇസ്രയേലിൻ്റെ യൂണിറ്റ് 8200 എന്ന് പറയുന്ന വിഭാഗത്തിന് നേരെയാണ് ഇവർ പോർമുന ഒരുക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രയേലിനോട് ഇറാൻ്റെ പകയെ പറ്റി നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഇസ്രയേലിനെ തകർക്കണം, അതായത് ഹമാസ് സ്ക്വയർ ഗാസ സ്ക്വയർ എന്ന് പേരിട്ട് ഒരു വാച്ച് ടവർ ഇറാൻ അവരുടെ രാജ്യത്ത് പണിഞ്ഞിരുന്നു. അതായത് 2047 ആകുമ്പോഴേക്കും ഇസ്രയേലിൻ്റെ സമ്പൂർണ്ണ നാശം, ടവർ ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അതായത് ജൂതന്മാരെ പൂർണ്ണമായും കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാൻ സ്ഥാപിച്ച ഒരു ക്ലോക്ക് ടവർ. അതിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2047 നിശ്ചലമാകുന്ന ക്ലോക്ക്. ആ ക്ലോക്ക് ടവറിനെയാണ് കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ തകർത്തെറിഞ്ഞത്. വലിയ രീതിയിൽ അത് വാർത്തയാവുകയും ചെയ്തു. ആ പകയാണ് ഇറാന് ഇസ്രയേലിനോട് സ്ഥിരമായിട്ടുള്ള അത്രയേറെ പക. അതായത് ഓരോ ജൂതൻ്റെയും സമ്പൂർണ്ണ നാശം കാണുന്നവരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്നുള്ള തീരുമാനത്തിലാണ് ഇറാൻ എന്നുള്ളതാണ്. ആ ഇറാൻ കളിക്കുന്നത് ആരോടാണ്? യൂണിറ്റ് 8200 എന്ന് പറയുന്ന വിങ്ങിനോടാണ്, ഈ പറയുന്ന മൊസാദിനോടാണ്. മൊസാദ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കേണ്ടത് കൂടിയുണ്ട്. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ടീമിനെ, അല്ലെങ്കിൽ ആ ഭീകര സംഘടനയെ വകവരുത്തിയ ആൾക്കാരാണ് മൊസാദ് എന്ന് പറയുന്നത്. മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ ഭാഗമായി ജർമ്മനിയിലെത്തിയ ഈ ഇസ്രയേലി താരങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ഓരോ അംഗങ്ങളെയും, അവരെ സഹായിച്ച ഓരോരുത്തരെയും പുറകെ പോയി തിരഞ്ഞു പിടിച്ച് പതിറ്റാണ്ടുകളെടുത്ത് കൊന്നു തീർത്ത പാരമ്പര്യം മൊസാദിനുണ്ട്. മൊസാദ് അത്രയേറെ കരുത്തുറ്റ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയോടാണ് ഹണ്ടല കോർത്തിരിക്കുന്നത്. അവരുടെ ഏറ്റവും രഹസ്യമായിട്ടുള്ള, അവരുടെ സുരക്ഷയെ ഏറ്റവും അധികം ബാധിക്കുന്ന ആണവ ശാസ്ത്രജ്ഞൻ്റെ കാറിനകത്ത് പൂച്ചെണ്ട് കൊണ്ട് വയ്ക്കുമ്പോൾ ഓർക്കണം, ഹണ്ടലയും ഹമാസും അടക്കമുള്ള തീവ്രവാദികൾ തിരിച്ചടി വരും എന്നുള്ളത്. മൊസാദും IDFും ഒന്നും ഇതിനെ പറ്റിയിട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഹണ്ടലയുടെ അവസാനം അടുത്തു എന്നുള്ള ഒരു കൃത്യമായ സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം കൊത്തി മുറത്തിക്കയറി അത് വലിയ പണിയായിരിക്കും തിരിച്ചു കിട്ടുക. ഇസ്രയേലും മൊസാദും ചേർന്ന് അടിക്കുകയാണെങ്കിൽ ആ അടി താങ്ങാൻ ഈ ഹണ്ടലയ്ക്ക് ബാക്കി ഉണ്ടായിരുന്നു വരില്ല. കാരണം ഹണ്ടലയെ ആസിഡ് ഒഴിച്ച് കരിച്ചു കളയുന്ന രീതിയിലേക്കായിരിക്കും ഒരു പക്ഷേ ഇസ്രയേൽ നീങ്ങുക, മൊസാദ് നീങ്ങുക. ഇപ്പോൾ ചെയ്ത പ്രവൃത്തി, ആ പൂച്ചെണ്ട് വെച്ചത് ഒരു അബദ്ധമായി എന്ന് നാളെ ഹണ്ടലയ്ക്കും ഇറാനും ഓർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.